അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. തനിക്കൊരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു. ആ ഒരു സന്തോഷ വാർത്ത ഷെഫി ഉസ്താദിനെ അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുപ്പിച്ചു. അള്ളാഹുവെ റഹ്മാനെ, നീ എത്ര കാരുണ്യവാനും കരുണാനിധിയുമാണല്ലോ റഹ്മാനെ. അതെ, സന്തോഷകരമായ ആ ഒരു നിമിഷങ്ങൾ പങ്കുവച്ചപ്പോൾ താൻ ഇന്നൊരു ആൺകുട്ടിയുടെ പിതാവാണ് എന്നുള്ള യഥാർത്ഥ സത്യം ഉസ്താദ് മനസ്സിലാക്കിയപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ബത്തൂലിനെ ചേർത്ത് പിടിച്ചു. ബത്തൂലിനും വല്ലാത്ത സന്തോഷം. അതെ, അവൾക്ക് ആഗ്രഹം, എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങയുടെ കുഞ്ഞിനെ കാണാൻ എൻ്റെ മനസ്സ് തുടിക്കുന്നു. എനിക്ക് ആ കുഞ്ഞിനെ ഒന്നെടുത്ത് വാരി പുണരണം പ്രിയപ്പെട്ടവരെ. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ആ ഒരു ആഗ്രഹം ഷെഫി ഉസ്താദ് സാധിപ്പിച്ചു കൊടുക്കുമോ? ഷെഫി ഉസ്താദും ബത്തൂലും നാട്ടിലേക്ക് പോകുമോ? എന്നാൽ ഈ സമയം അതാ ഉമ്മാക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു. ഉമ്മാക്കും തന്നെ തൻ്റെ പ്രിയപ്പെട്ട പേരക്കുട്ടിയെ ഒന്ന് കാണണമെന്ന് അതിയായ ആഗ്രഹം. അള്ളാഹുവേ, എൻ്റെ കുട്ടിക്ക് ഇണയും തുണയുമില്ല. ആകപ്പാടെ ഒരു മോന് മാത്രമേ എനിക്കുള്ളൂ. എനിക്ക് വേറെ മക്കളില്ലല്ല. എന്നാൽ എൻ്റെ കുട്ടിക്കൊരു പൊന്നുമോൻ പിറന്നു എന്നറിഞ്ഞപ്പോൾ എൻ്റെ പൊന്നുമോന് ആരൊക്കെയോ ഉള്ളതുപോലെ തോന്നുകയാണ്. അതെ, എൻ്റെ കുട്ടി ഒരു ഉപ്പയായിരിക്കുന്നു, ഒരു പിതാവായിരിക്കുന്നു. ആ ഉമ്മാക്കും സന്തോഷം സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അതാ അവരുടെ ആ കൊട്ടാരത്തിൽ നല്ലൊരു പാർട്ടി ഉണ്ടാക്കുകയാണ്. ഷെഫി ഉസ്താദിന് ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു എന്നുള്ള ആ ഒരു വാർത്ത കേട്ടപ്പോൾ എന്നാൽ അതിലേറെ സന്തോഷിച്ചത് നമ്മുടെ ബത്തൂല് തന്നെയായിരുന്നു. ബത്തൂലിന് എത്രയും പെട്ടെന്ന് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ആ കുഞ്ഞിനെ ഒന്ന് കാണണം എന്ന് അതിയായ ആഗ്രഹമായിരുന്നു. എന്നാൽ ഈ സമയം ഹോസ്പിറ്റലിൽ മുംതാസ് ഡോക്ടർ ശരിക്കും അവരോട് പറയുകയാണ്, മക്കളെ, വലിയൊരു അത്ഭുതമാണ് സംഭവിച്ചിരിക്കുന്നത്. ചെറുതൊന്നുമല്ല, അത്രയധികം വലിയ അനുഗ്രഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കാരുണ്യവാനാണ്. എല്ലാ വൈദ്യശാസ്ത്രവും ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, എന്തു ചെയ്യും എന്നറിയാത്ത അവസ്ഥ. അതെ, അവസാനത്തെ ഓപ്ഷൻ അതായിരുന്നു. പ്രഷർ കൂടിയിട്ട് അനസ്തേഷ്യ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ, കൊടുത്താലും മയങ്ങാത്ത അവസ്ഥ, അതെ, ബോധം പോകാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ കീറി മുറിക്കുന്ന ആ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും റബ്ബേ? പച്ച ശരീരത്തിൽ അത് കത്തിവെക്കുമ്പോൾ അതും തരിപ്പിക്കാതെ എത്രമാത്രം പഠിച്ചോനെ ഒരാളും സഹിക്കൂല. ഓ എൻ്റെ റബ്ബേ, കൈകാലുകൾ കെട്ടിയിട്ട് പിടിച്ചമർത്തി അങ്ങനെ ചെയ്താലും വേദന കൊണ്ട് പുളയുകയായിരിക്കും. റബ്ബേ, അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ആകെപ്പാട് ടെൻഷനായിരുന്നു. എന്നാൽ എന്തൊരു അത്ഭുതം സംഭവിച്ചിരിക്കുന്നു പറയണം. എന്ത് അത്ഭുതമാണ് സംഭവിച്ചത്? മുംതാസ് ഡോക്ടറിന് അതറിയാൻ വല്ലാത്ത ആഗ്രഹം തോന്നി. എന്നാൽ ആ ഉമ്മ പറഞ്ഞു, ഡോക്ടറെ, എൻ്റെ പൊന്നുമോൻ, എൻ്റെ പൊന്നു മരുമകൻ ദുആ ചെയ്തുകൊണ്ടായിരിക്കും, പക്ഷേ എന്ന് അവൻ ഇവിടെയില്ല. ഡോക്ടർ ശരിക്കും ഒന്ന് ഞെട്ടി. അപ്പോൾ കൂടെ വന്നത് ഷമീർ? അതൊക്കെ പറയാൻ ഡോക്ടറെ, കുറേ കഥകൾ പറയാനുണ്ട്. ഇൻഷാ അല്ലാ, ഞാൻ നിങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്തൊക്കെ തന്നെയാലും ഇൻഷാ അല്ലാ പറ്റുമെങ്കിൽ നിങ്ങൾ ടൈം കിട്ടുകയാണെങ്കിൽ പറഞ്ഞു തരണം. പക്ഷേ ഞാൻ ഈ ഒരു സമയത്ത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. സന്തോഷം ഒരിക്കൽ പോലും ഞാൻ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ഉമ്മയും കുഞ്ഞും സുരക്ഷിതമായല്ലോ, അത് മതി. പ്രാർത്ഥന കൊണ്ട് വിധിയെ വരെ മാറ്റിമറിക്കും എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് നമ്മുടെ സീനത്തിൻ്റെ അവസ്ഥ. അതെ, അവൾക്കൊരു പക്ഷേ നമ്മൾ ദുനിയാവിൽ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പടച്ച റബ്ബ് ദുനിയാവിൽ നിന്ന് തന്നെ അത് കാണിച്ചു തരും ഇഷ്ടപ്പെട്ടവർക്ക്. അത് പിന്നീടവർ അത് ആവർത്തിക്കാതിരിക്കുവാനും, അതിൻ്റെ ശിക്ഷ ഇവിടുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആഖിറത്തിലെ ശിക്ഷ നമുക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും. അതെ, നമുക്ക് എല്ലാവർക്കും അറിയുമല്ലോ, ചില ആളുകൾ ദുനിയാവിൽ കഷ്ടപ്പെടുന്നുണ്ടാവും, നരകിക്കുന്നുണ്ടാവും. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ദുനിയാവിൽ നിന്ന് തന്നെ അവർ അനുഭവിക്കും. എന്നാൽ ആഖിറത്തിൽ അവർ രക്ഷപ്പെടും. 3 മലക്കുകളുടെ കഥ എൻ്റെ പ്രിയപ്പെട്ടവർ എല്ലാവരും അറിയുമായിരിക്കുമല്ലോ അല്ലേ? ഹാറൂത്ത് മാറൂത്ത് എന്ന് പറഞ്ഞ ആ ഒരു മലക്കുകൾ ഒരിക്കൽ അള്ളാഹുവിനോട് ചോദിച്ചതാണ്, ഭൂമിയിലുള്ള മനുഷ്യരെല്ലാം തെറ്റുകൾ ചെയ്യുന്നു, എന്നിട്ടും എന്തിനാണ് അവർക്ക് അള്ളാഹുവെ നിങ്ങൾ പുറത്തു കൊടുക്കുന്നത്?
ചോദിച്ചതാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, അത് അവരുടെ ബുദ്ധിയാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾ അതിനേക്കാൾ കുറ്റം ചെയ്യുന്നവരായിരിക്കും, തെറ്റുകൾ ചെയ്യുന്നവരായിരിക്കും. ഭൂമിയിലുള്ള മനുഷ്യർ ഒരുപാട് ക്ഷമയുള്ളവരാണ്. ഞാൻ പറഞ്ഞതിനനുസരിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവിടെ. കുറച്ച് ആളുകൾ മാത്രമേ തെറ്റ് ചെയ്ത് നടക്കുന്നുള്ളൂ. നല്ല ആളുകളും ഞാൻ പറയുന്നതിനനുസരിച്ച് എല്ലാ നിബന്ധനകളും അനുസരിച്ച് ജീവിക്കുന്നവരും എല്ലാം ഉണ്ട് അവിടെ. അപ്പോഴും മലക്കുകൾ പറഞ്ഞു, ഏയ് ഞങ്ങളെന്നാണെങ്കിൽ അങ്ങനെ ഒരിക്കലും തെറ്റ് ചെയ്യില്ല, ഞങ്ങളങ്ങനെ തെറ്റ് ചെയ്യൂല. അവർ പറഞ്ഞു, അവരുടെ ബുദ്ധി, മനുഷ്യരുടെ ബുദ്ധി നിങ്ങൾക്ക് നൽകിക്കഴിഞ്ഞാൽ നിങ്ങളും തെറ്റ് ചെയ്യും. പക്ഷേ നമ്മൾ അള്ളാഹുവിന് ഭയന്ന് ജീവിക്കണം. അങ്ങനെയായാൽ ഒരാൾക്കും ഒരു തെറ്റ് ചെയ്യാനും തോന്നില്ല. എന്നാൽ അള്ളാഹുവിനോട് അവർ വീണ്ടും പറഞ്ഞപ്പോൾ അവർക്ക് മനുഷ്യരായി ഒന്ന് ഭൂമിയിലെത്താൻ ഒരാഗ്രഹം. അങ്ങനെയതാ അവർ രണ്ടുപേരും മനുഷ്യരായി ഭൂമിയിലേക്ക് എത്തുന്നു. അള്ളാഹു അവരെ മനുഷ്യരാക്കി ഇറക്കി. അവർക്കിപ്പോൾ മനുഷ്യരുടെ ബുദ്ധിയാണ്. അവരിപ്പോൾ ഭൂമിയിൽ ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് വലിയൊരു ചരിത്രം തന്നെയാണ്. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഞാൻ ചുരുക്കി പറയാമെന്ന് മാത്രം. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും അവർ മനുഷ്യരായി കഴിയുമ്പോൾ അവർ മദ്യം കാണുവാൻ ഇട വരികയാണ്. ആരോ അവർക്ക് മദ്യം കൊടുക്കുക അങ്ങനെ എന്തോ കാണുവാൻ ഇട വന്നു. അപ്പോൾ അവർ ഒരിക്കലും കുടിക്കാൻ പാടില്ലല്ലോ, അത് പറഞ്ഞു, അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അത് കുടിക്കാൻ പാടില്ല, അത് ഹറാമാണ്. പക്ഷേ അവർക്ക് മനസ്സിനുള്ളിലൊരു തോന്നൽ, ഒന്ന് ടേസ്റ്റ് നോക്കിയാലെന്താ, അതാണ് അള്ളാഹു പറഞ്ഞത്, മനുഷ്യരുടെ ബുദ്ധിയല്ല നിങ്ങൾക്കെന്നുള്ളത്. അങ്ങനെ അവർക്ക് ടേസ്റ്റ് നോക്കാൻ വേണ്ടി തോന്നുന്നു. എന്നാൽ അത് ഹറാമാണെന്നറിഞ്ഞിട്ടും അവരത് കുടിക്കുന്നു. കുടിച്ചു കഴിഞ്ഞപ്പോൾ അതിലൂടെ ഒരു പെണ്ണ് പോവുകയാണ്. ആ പെണ്ണിനെ കണ്ടപ്പോൾ അവർക്ക് വല്ലാത്ത ആഗ്രഹം, ആ പെണ്ണിനെ എങ്ങനെയെങ്കിലും ഒന്ന് ആസ്വദിക്കണം എന്നുള്ളത്. അങ്ങനെ ആ പെണ്ണിനെ അവർ പാടില്ല, തെറ്റാണ്, അത് ഹറാമാണ് എന്നറിഞ്ഞിട്ട് പോലും ആ പെണ്ണിനെ അവർ അവരുടെ വഴിക്ക് കൊണ്ടുവരികയാണ്. എന്നാൽ അത് കഴിഞ്ഞപ്പോൾ ആ പെണ്ണിൻ്റെ ഭർത്താവോ അങ്ങനെ എന്താണ് ശരിക്കും ഓർക്കണില്ല, ഒരാളെ കൊല്ലുന്ന ഒരവസ്ഥ കൂടി വരികയാണ്. ഒരിക്കലും കൊലപാതകം പാടില്ലല്ലോ. അങ്ങനെ 3 തെറ്റുകളും അവർ ആവർത്തിച്ചു. അവർ ചെയ്തു. അള്ളാഹു ചോദിച്ചു, എങ്ങനെയുണ്ട് മനുഷ്യരുടെ ബുദ്ധി തന്നപ്പോൾ? നിങ്ങൾക്ക് ക്ഷമിക്കാനുള്ള കഴിവുണ്ടായോ? ഇല്ല. നിങ്ങൾ അള്ളാഹുവിനെ ഭയന്ന് ജീവിച്ചോ? ഇല്ല. ഒന്നുമില്ല. അള്ളാഹുവേ, ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി, ഞങ്ങൾക്ക് മനുഷ്യരുടെ ബുദ്ധി തന്നാൽ എന്ന് ഞങ്ങൾ തന്നെ ചോദിച്ചതാണ്. എന്നിട്ട് ഞങ്ങൾക്ക് നീ തന്നപ്പോൾ ഞങ്ങൾ മുഴുവൻ തെറ്റുകളും അവർക്കാകെ നിരാശയായി. അവരെന്ത് ചെയ്യുമെന്നുള്ള അവസ്ഥയിലായി. ഒടുവിൽ അള്ളാഹു ചോദിച്ചു, നിങ്ങൾക്ക് ദുനിയാവിലെ ശിക്ഷ വേണോ ആഖിറത്തിലെ ശിക്ഷ വേണോ? ആ നിമിഷം തന്നെ മലക്കുകൾ പറഞ്ഞു, അള്ളാഹുവേ, ദുനിയാവിലെ ശിക്ഷ മതി, അത് ഖിയാമത്ത് നാൾ വരെയല്ലേ ഉണ്ടാവുകയുള്ളൂ. ആഖിറത്തിലെ ശിക്ഷ എന്ന് വെച്ചാൽ അത് മരിച്ച് കഴിഞ്ഞിട്ടല്ലേ തുടങ്ങുക, അതിനറ്റമില്ലല്ലോ, എന്നും ആ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമല്ലോ. ഞങ്ങൾക്ക് അത് മതി, ഞങ്ങൾക്ക് ഈ ദുനിയാവിലെ ശിക്ഷ മാത്രം മതി, അത് ഖിയാമത്ത് നാൾ വരെ കഴിഞ്ഞാൽ, അതുവരെ കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ മലക്കുകളെ ബാബിലോണിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് തല കീഴായി തൂക്കിയിട്ട്, അങ്ങനെയാണ് അവർക്കുള്ള ശിക്ഷ. അവരുടെ നാവ് വെള്ളം തൊട്ടില്ല എന്നുള്ള രീതിയിൽ ദാഹിച്ച് വലയുന്ന ആ ഒരു മലക്കുകൾക്ക് വെള്ളം കിട്ടാത്ത അവസ്ഥ, തല കീഴായി തൂക്കിയിട്ട അവസ്ഥ. ഈ ലോകത്ത് നിന്ന് പോകുന്ന എല്ലാ സകലമാന പുകയും അതുപോലെ വിഷവാതകങ്ങളും എല്ലാം അവരുടെ ശരീരത്തിലേക്ക്, ആ ഒരു കിണറിലേക്ക് ആണത്രേ പോകുന്നത്. എന്തൊക്കെ തന്നെയാണ് ദുനിയാവിലെ ശിക്ഷ എന്ന് വെച്ചാൽ മരിക്കോളാണ്, അത് കഴിഞ്ഞതിന് ശേഷമല്ല. അപ്പോൾ എന്തൊക്കെ തന്നെയല്ല ഞാനിവിടെ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾക്ക് ദുനിയാവിലെ ശിക്ഷ നൽകുന്നത് അതുകൊണ്ടാണ്. അവരെ ഇഷ്ടമില്ലായിട്ടല്ല, അവർക്കുള്ള ശിക്ഷ ഇവിടുന്ന് കൊടുത്താൽ നാളെ അവിടേക്കുള്ള ശിക്ഷ കൊടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടായിരിക്കും. എന്തൊക്കെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ. ദുനിയാവിൽ ഒരാൾക്കും തെറ്റ് ചെയ്യാൻ തോന്നാതിരിക്കട്ടെ. തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് പടച്ച റബ്ബിനോട് നമ്മൾ ചെയ്യുന്ന ഒരു ചതിയാണത്. കാരണം നമുക്ക് അത്രക്കും അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയിട്ടും അതെല്ലാം നമ്മൾ ഓർക്കാതെ ഓരോ തെറ്റുകൾ ചെയ്യുമ്പോൾ പടച്ച റബ്ബ് വിചാരിക്കണ്ടാവും, എൻ്റെ സൃഷ്ടികൾക്ക് ഞാൻ എന്തെല്ലാം കൊടുത്തു, എന്നിട്ട് പോലും ഞാൻ തെറ്റാണ് ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം അവർ ചെയ്യുന്നു. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. എന്തൊക്കെ തന്നെയാലും നമ്മളുടെ സീനത്തും കുഞ്ഞും സുരക്ഷിതമായി അവർ റൂമിലേക്ക് കൊണ്ടുവരികയാണ്. നല്ല രീതിയിൽ റാഹത്തോടു കൂടെ സന്തോഷത്തോടു കൂടെ എല്ലാവർക്കും സമാധാനമായി. എന്നാൽ ഈ സമയം നമ്മുടെ
ഷെഫി ഉസ്താദ് അവർക്ക് വല്ലാത്ത ഒരു ആഗ്രഹമാണ് തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ ഒന്ന് കാണുവാൻ വേണ്ടിയിട്ട്. പ്രിയപ്പെട്ട തൻ്റെ ഭാര്യയ്ക്കും തന്നെ വല്ലാത്ത ആഗ്രഹം, തൻ്റെ പ്രിയപ്പെട്ട ഉമ്മാക്കും ആഗ്രഹം. അതെ, അവർക്ക് അവരുടെ ആഗ്രഹം സാധിപ്പിക്കുവാൻ നാട്ടിലേക്ക് വരണം. അതിനുള്ള ഭാഗ്യം അവർക്ക് കിട്ടണം. എന്നാൽ ഈ സമയം അതാ രാജേഷ്, അവൻ ലോക്കപ്പിൽ തന്നെയാണ്, ജാമ്യത്തിന് ഇറങ്ങുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എസ് ഐ അവനെ വെറുതെ വിടുന്നില്ല. പല രീതിയിലും പല ക്വസ്റ്റ്യങ്ങളും ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട് അവിടെ, പോലീസുകാർ. അവർക്കൊന്നും രാജേഷിനെ തളക്കുവാനോ കുടുക്കുവാനോ കഴിഞ്ഞിട്ടില്ല. എന്നാൽ നമ്മുടെ ആസിഫ് എസ് ഐ അവന് നല്ല രീതിയിൽ പെരുമാറിയിട്ടുണ്ട്. എന്നാൽ പലവട്ടമായി അവൻ പറയും, സാറേ പിന്നെ എന്നെ തൊട്ട് കളിക്കണ്ട, എൻ്റെ ശരീരത്തിൽ നിന്നൊഴുകുന്ന ഈ രക്തത്തിനൊക്കെ, ഓരോ രക്തത്തുള്ളിക്കും നിങ്ങൾ കനത്ത വില കൊടുക്കേണ്ടി വരും കേട്ടോ. ആഹാ, ഞാൻ മരിച്ചാലും വേണ്ടില്ല, ഇതുപോലുള്ള കുറ്റവാളികളെ പുറത്ത് വിടുന്ന പ്രശ്നമില്ല. എന്നാൽ അപ്പോഴേക്കും അതാ ജാമ്യത്തിന് ആൾ വന്നു. ശരിക്കും പോലീസ് എസ് ഐ ഞെട്ടിപ്പോയി. സാറേ, ഞങ്ങളെ നേതാവിനെ ഞങ്ങൾക്ക് ഇറക്കി വിടണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രീയക്കാരനാണ് അങ്ങോട്ട് വന്നിട്ടുള്ളത്. ഒരു നിമിഷം ശരിക്കും എസ് ഐ സാറ് ഞെട്ടിപ്പോയി. ചതി, കൊടും ചതി. അതിനുള്ളിൽ എന്തൊക്കെയോ അവിടെ പണം കൊടുത്ത് നടന്നു കഴിഞ്ഞു. ഇനിയും ഒരുപാടുണ്ടായിരുന്നു അവിടെ പൊക്കാൻ വേണ്ടിയിട്ട്. അവിടെയുള്ള കുറേ കുട്ടികളെ ഏതൊക്കെയോ സ്ഥാപനത്തിലേക്കോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഒരു കുട്ടി കസ്റ്റഡിയിലുണ്ട് ഇപ്പോൾ. തുറക്കടോ. ലോക്കപ്പ് തുറക്കുവാൻ നിൽക്കുന്നതിനിടയിൽ നേരെ അതാ രാജേഷ് എസ് ഐയുടെ മുഖത്തേക്ക് നോക്കി. സാറേ, കണക്കുണ്ട് കേട്ടോ കയ്യിൽ, ഓർത്ത് വെച്ചോ. അവൻ്റെ മുഖമാകെ വീങ്ങി, കണ്ണെല്ലാം വീങ്ങി മറിഞ്ഞ് തടിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ എസ് ഐ പെരുമാറിയിട്ടുണ്ട് എന്ന് കണ്ടാൽ തന്നെ മനസ്സിലാകും. എന്നാൽ എസ് ഐ പറഞ്ഞു, രാജേഷ് ഇപ്പം നീ ഇറങ്ങിക്കോ, പക്ഷേ ഇനി ഇതുപോലുള്ള ചെയ്തികൾ അതിന് കൂട്ടുനിന്നാൽ, അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അറിഞ്ഞല്ലോ എൻ്റെ കയ്യിൻ്റെ ചൂട്. ഇനി ഇതല്ല, ഇതിൻ്റെ അപ്പുറമായിരിക്കും സാറേ. അത് നമുക്ക് നേരിട്ട് കാണാം ആർക്കാണ് ഉള്ളതെന്ന്. എസ് സിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അതാ രാജേഷും അവൻ്റെ ആളുകളും അവിടെ നിന്നിറങ്ങി. എന്നാൽ പെട്ടെന്ന് അവിടെയുള്ളൊരു കോൺസ്റ്റബിൾ വന്ന് പറഞ്ഞു, പൊന്നു സാറേ, നിങ്ങളോടൊന്നും ഉണ്ടായിട്ട് പറയല്ല. ഞങ്ങളൊക്കെ അവൻ്റെ മേൽ തൊടാത്തതും അവൻ്റെ കാര്യത്തിലൊന്നും ഇടപെടാത്തതും എന്താ? അവനൊക്കെ എന്താ സാധനം എന്നോ? പുലിയാണ് അവൻ, പുലി. കാരണം ഒന്നിനും മടിക്കാത്തതാണ്. പണമെറിഞ്ഞ് ആളുകളെ വശീകരിച്ച് അവൻ എന്തും ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾക്ക് കുടുംബമായി ഉള്ളതുകൊണ്ട്, ജീവിക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ടാണ്. അല്ലാതെ ഞങ്ങളൊരിക്കലും ഞങ്ങൾക്ക് ശത്രു അവനെ വളർത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടില്ല. ജീവിക്കണം, ഞങ്ങളെ കുടുംബത്തിന് ഞങ്ങൾ വേണമെന്ന് ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ്, അല്ലാതെ വേറൊന്നുമല്ല. ആസിഫ് എന്നാൽ പറഞ്ഞത്, എടോ, ഞാനിട്ട ഒരു യൂണിഫോമിന് അതിനതിൻ്റേതായ ബഹുമാനം കൊടുക്കണമെങ്കിൽ നമ്മൾ നീതി ചെയ്യണം. അല്ലാതെ നമ്മൾ ക്രിമിനൽസിൽ കൂട്ടു നിൽക്കല്ല വേണ്ടത്. മരണത്തെ ഭയമില്ല, മരിക്കണം ധീരനായി, ഒരിക്കലും ഭീരുവായി മരിക്കരുത്. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എസ് ഐ ആസിഫിൻ്റെ വാക്കുകൾ കേട്ട കോൺസ്റ്റബിൾ, കൂടെയുള്ള പോലീസുമാർ ശരിക്കും ഒന്ന് ഞെട്ടി. അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടിന് വേണ്ടി ജീവിക്കുന്ന പോലീസ്, അതാണ് ആസിഫ് പോലീസ്. ജീവന് ഭയമില്ല, മരിക്കാനും ഭയമില്ല. പക്ഷേ തെറ്റ് ചെയ്യുന്നവരെ പിടിക്കണം, ക്രിമിനലുകളെ അകത്താക്കണം. ഒരിക്കൽ പോലും അത് നടക്കില്ല നമ്മുടെ നാട്ടിൽ. അതായത് അപ്പോഴേക്കും അവരുടെ പാർട്ടിക്കാർ ഇറങ്ങും, ജാമ്യത്തിന് ആളെ കിട്ടും. അപ്പോൾ പിന്നെ അതൊക്കെ വെറും ഒരു വിഫലമായ പ്രവൃത്തിയായിരിക്കും. എന്നാൽ പാവങ്ങളാണെങ്കിലോ, പാവപ്പെട്ട നിരപരാധികളായ ആളുകളാണെങ്കിൽ അവരെ ജാമ്യത്തിലിറക്കാനും ആരുമില്ല, അവരെ രക്ഷിക്കാനും ആരുമില്ല. അവർ ചെയ്തത് തെറ്റാണെന്നോ ശരിയാണെന്നോ അതൊന്നുമില്ല, അവർക്ക് കുറ്റം തന്നെ. അവർ എപ്പോഴും ജയിലിൽ, പാവപ്പെട്ട ഒരുപാട് നിരപരാധികൾ സ്വദേശത്തും വിദേശത്തുമായി ജയിലറകളിൽ കഴിയുന്നു, പാവം. എന്നാൽ ക്രിമിനൽസ് എല്ലാവരും പുറത്തിറങ്ങി നടക്കുകയും ചെയ്യുന്നു. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ നാടിൻ്റെ അവസ്ഥ. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. രാജേഷ് ഒരു പക്ഷേ കണക്ക് കൂട്ടിയിട്ടുണ്ടാകും. അതെ, സീനത്ത്, അവളുടെ കുഞ്ഞ്, എൻ്റെ കോടികളുടെ സമ്പത്ത് അവളുടെ കൈകളിൽ, അത് നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ള ചിന്താഗതിയാണെങ്കിലോ, പടച്ചറബ് കാത്തുരക്ഷിക്കട്ടെ.
എന്നാൽ ഈ സമയം അതാ ഗൾഫിൽ അറബ് നാട്ടിൽ തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ കാണണം. അത് തൻ്റെ പൊന്നുമോൻക്ക് ബാങ്ക് കൊടുത്തത് ആരാണാവോ? തൻ്റെ പൊന്നുമോൻക്കൊരു പേര് വെക്കണം. ഒരുപാട് ആഗ്രഹങ്ങളാണ് നമ്മുടെ ഉസ്താദിൻ്റെ മനസ്സിലുള്ളത്. പ്രിയപ്പെട്ട പൊന്നുമോനെ കാണാൻ വളരെയധികം ആഗ്രഹം ഉമ്മാക്കും ഉണ്ട്. ഉമ്മയും സഹർ ബത്തൂലും ഷെഫി ഉസ്താദും നാട്ടിലേക്ക് വരുമോ ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ കാണാൻ? നമുക്ക് കാത്തിരിക്കാം ആ ഒരു നല്ല നിമിഷങ്ങൾക്കായി. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.